നമസ്കാരം. കണ്ണൂർ വിഷനിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൊച്ചാക്കുളിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സേബർ സ്വാഗതം. ഞാൻ നബീൽ ബൻകാവ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന കാഴ്ച 2023-2024 അതായത് ഡിസംബർ 22 മുതൽ ജനുവരി 28 വരെ നീണ്ട 39 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മെഗാ എക്സിബിഷനാണ് നടക്കുന്നത്. അതായത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പേര് പോലെ തന്നെ കാഴ്ചകൾ കണ്ടാലും തീരാത്ത കാഴ്ചകളാണ്. ഇതാ നമ്മൾ ഓസർ ഇങ്ങനെ വായും മുളന്നിങ്ങനെ നിൽപ്പുണ്ട് അവിടെ, കണ്ടല്ലോ. അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് കാഴ്ച 2023-2024 കണ്ണൂർ പോലീസ് മൈതാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂർ വിഷനും അതുപോലെ തന്നെ ഇമേജും അണിയിച്ചൊരുക്കുന്ന പ്രോഗ്രാമാണ് കൊസ്റ്റാപ്പള്ളി. ഉത്തരം പറയുന്നവർക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനമുണ്ട്, വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. വളരെ ചെറിയ ചോദ്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൊസ്റ്റാപ്പള്ളി നമ്മുടെ ഇന്നത്തെ അധ്യായം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാഴ്ച 2023-2024 ഷോറൂമിലാണ്, അതിൻ്റെ എക്സിബിഷൻ സ്റ്റാളിലാണ്. ഇവിടെ ഫർണിച്ചറിൻ്റെ ഏരിയ ആണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. എന്താ മോളുടെ പേര്? ഓക്കെ, തൻഹ മോൾ എവിടെ പഠിക്കുന്നത്? അതെവിടെയാ? മഖ്ദൂമിയ പബ്ലിക് സ്കൂൾ. എവിടെ? കൂത്തുപറമ്പ്. അടിപൊളി അല്ലേ? ഓക്കെ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് മുഹമ്മദ് തസ്ലീം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എവിടെയാ പഠിച്ചത്? ഞാൻ മംഗലാപുരം. പിന്നെ അടുത്ത പരിപാടി എന്താ? അത് ഇപ്പം അബ്രോഡിലേക്ക് പോകുന്നതാണ്. ഓക്കെ, സാറിൻ്റെ പേര്? എൻ്റെ പേര് ഹുസൈൻ. ഹുസൈൻ്റെ സ്വന്തം സ്ഥലം? കൂത്തുപറമ്പിൽ എവിടെയാ? കൂത്തുപറമ്പ് ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെ. എന്താ പരിപാടി? ബിസിനസ്. നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ തന്നെ. പേര്? മുംതാസ്. ഓക്കെ. അപ്പം ആരാണ് നമ്മുടെ ഈ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി വരണം എന്ന് ആരാ പറഞ്ഞ ആദ്യം? മോള് പറഞ്ഞു വെക്കേഷൻ ആണ് അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞോ? കണ്ടോ അവിടുന്ന് കുറെ സമയത്ത് കണ്ടോ? പേടി തോന്നിയ കണ്ടപ്പോ? ആദ്യം ചെറിയൊരു പേടി എന്താ ഇപ്പം പകലായതുകൊണ്ടാ. രാത്രി ശരിക്കും പേടി വരും. രാത്രി ചിലപ്പോൾ അത് പുറത്തേക്കൊക്കെ വരും കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. പുത്തന്മാർ ഹോട്ട്സ്പോട്ട് സമ്മാനമാണ്. അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ്, ഒരു ഭക്ഷണ സാധനം. അതിൻ്റെ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. എന്താ? നിങ്ങളൊക്കെ കഴിച്ച ഭക്ഷണ സാധനമാണ്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണാം. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും കാണാം. അറിയില്ല. ഓക്കെ, അപ്പോൾ സന്തോഷം, കാണാം, നടക്കട്ടെ. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ കാഴ്ച എന്ന് പറയുന്ന എക്സിബിഷൻ ഹാളിലാണ്. അതിൻ്റെ ഒരു സ്റ്റാൾ, ഇവിടെ ഒരു പ്രത്യേക സംഭവം. നടുവേദന, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, കഴുത്ത് വേദന, ഉപ്പൂറ്റി വേദന, മസിൽ വേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, കൈ കാൽ തരിപ്പ്, മരവിപ്പ്, രോഗപ്രതിരോധ ശേഷി, വേരിക്കോസ് വെയിൻ, മാതളത്തോയ്, ജാതിത്തോയ്, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളംപുറി, കടുക്ക, രക്തസന്തളം, മൈഗ്രെയിൻ, തലവേദന തുടങ്ങി ഇന്ന് എല്ലാ അസുഖങ്ങൾക്കും ഉള്ളൊരു പ്രതിവിധി ഇവിടെയുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ സംഭവം, ഞാൻ ഗതയാണ് നോക്കുമ്പോൾ അല്ല. ഇതിൻ്റെ സംഭവം എന്ത് ചെയ്ത്? ഇത് അക്വാ പ്രഷർ തെറാപ്പി മെഷീനാണ്. ഇത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടത്തുന്നതിനുള്ള ഒരു ചെറിയൊരു തെറാപ്പി മെഷീനാണ്. ഇതിപ്പം പുറംവേദനയ്ക്ക് ചെയ്യുന്ന ഒരു 7 ടൈപ്പ് ഹെഡ് വരുന്നതിന് ഇത് പുറംവേദനയ്ക്ക് ചെയ്യുന്ന അടിപൊളി അടിപൊളി സംഭവം. മൊത്തം നാഡീ ഞരമ്പുകൾ അറിയും. യെസ്. ഇതിപ്പോൾ എത്ര സെക്കൻഡ് ചെയ്യണം ശരിക്കും? ഇതൊരു 5 മിനിറ്റ്സ് ചെയ്താൽ മതി. ചെയ്താൽ മതി. 5 മിനിറ്റ്സ് ചെയ്താൽ മതി പുറംവേദനയ്ക്ക്. ശരിക്കും നല്ല അറിയുന്നത്. നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും. ഇതെങ്ങനെ, ഇത് മെഷീൻ എങ്ങനെ, അതിൻ്റെ പൈസ എങ്ങനെ? ഇതിന് ഇപ്പോൾ സ്റ്റാൾ ഓഫർ 1500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിൻ്റെ യൂണിറ്റിന് വില 5000 രൂപയാണ്. അത് കഴിഞ്ഞ് 3500 രൂപ 500 അഡ്വാൻസ് ചെയ്ത് നമുക്കൊരു 3 മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഇത് കളക്ട് ചെയ്യാം. ഓക്കെ. എന്തായാലും അടിപൊളിയാണ്. ഞാൻ ചെറിയ സമയം കൊണ്ട് തന്നെ ഞാൻ അറിയുന്നുണ്ട്, ശരിക്കും ബോഡി മൊത്തം അറിയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്തിട്ട് ഹോട്ട് സ്പോട്ടിൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു തെറാപ്പിസ്റ്റ് ഇതിനെ പറ്റിയിട്ട് അതിൻ്റെതായ വിവരണങ്ങൾ നൽകുന്നതായിരിക്കും. തീർച്ചയായും. എന്തായാലും നമുക്കറിയാം ഇപ്പം അതായത് ജനിച്ച് വീഴുന്ന കുട്ടികൾ മുതൽ പ്രായമായവർക്ക് ഇപ്പം പണ്ട് പ്രായമാണ് അസുഖം വരുന്നത്. ഇപ്പോൾ ഏത് ടൈമിൽ നമുക്ക് അസുഖം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വളരെ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള മസാജിങ് സംഭവമൊക്കെ ഉണ്ടാക്കി നല്ലതാണ്. അപ്പോൾ വരിക, നമ്മുടെ ഇവിടെ കാഴ്ച എക്സിബിഷൻ്റെ ഹാളിൽ ഇവിടെ ഉണ്ട്, സ്റ്റാളിലുണ്ട്. വരിക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അഖിൽ. എവിടെ സ്വന്തം സ്ഥലം? കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. എന്താ കാരണം? അറിയില്ല. പണ്ടുള്ള പറഞ്ഞുള്ളൂ, പക്ഷെ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് അറിഞ്ഞുകൂടാ. കാരണം കണ്ണൂരിനെ പറ്റി ഒരു പറഞ്ഞോലില്ല. അപ്പോൾ കൊല്ലത്തെ പറ്റി ഇത്രയും നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ടായിട്ടും ഒറ്റ ജില്ലേനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ.
ഞാൻ വേറെ ഇത് അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പം കണ്ണൂരിൽ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് കണ്ണൂര്? കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ. നമ്മൾ കണ്ണൂർ ജില്ലാ ചാനലാണ്, കണ്ണൂർ വിഷൻ ചാനലാണ്. ചെറിയ ചോദ്യം ചോദിക്കും, ഉത്തരമുള്ള സമ്മാനമാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ കൊസ്രാക്കുളി നമ്മൾ പ്രോഗ്രാമിൻ്റെ ചെറിയ ചോദ്യമാണ്. ഇതൊരു ഭക്ഷണ സാധനമാണ്, ഒരു ഭക്ഷണ സാധനം. ചേട്ടനൊക്കെ കഴിച്ചുള്ള ഭക്ഷണ സാധനമാണ്. ചേട്ടൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലുപ്പത്തിലും കാണും. എങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? കുറച്ച് ആലോചിക്കണം അല്ലേ? അതെ, ആലോചിക്കണം. എന്താ സന്തോഷം, കാണാം. കിട്ടുവാണി പറ. ആ, വാ. ഈ ഇവരുടെ കൂടെ ഉള്ള ആൾ തന്നെയാണ് ഇദ്ദേഹം. ചേട്ടൻ്റെ പേരെന്താ? സുരേഷ്. ചേട്ടൻ്റെ വീട് കോട്ടയം. ആ, കോട്ടയാണ്. ഈ കോട്ടയത്തിനെ പറ്റി വല്ല പഴഞ്ചൊല്ലും ഉണ്ടോ? പട്ടോലി വാടിമങ്ക കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. പാട്ടുണ്ടല്ലേ? ആ മറ്റേ ഒരു 6 ഉണ്ണി എന്ന് പറഞ്ഞൊരു തിരക്കാത്തില്ലേ, അതൊരു പുള്ളി ഒരു പടം ചെയ്തായിരുന്നു. എന്നെ പൂവൻകോഴി. അതിൻ്റെ പാട്ടാണ്. അതിനകത്തുള്ള പഴയ കാലത്തുള്ള ഒരു പാട്ടാണ് സംഭവം. അപ്പോൾ ചെറിയ ചോദ്യമാണ്. അതായത് ഒരു ഭക്ഷണ സാധനമാണ്. ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ കാണാം. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലുപ്പത്തിലും കാണാം. എന്താണ്? നേരത്തെ എന്താ പറഞ്ഞേ? സമൂസ. പൊട്ടയും തെറ്റാണ്. പൊട്ടെ. അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെടും. ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി കാരണം വേറൊന്നുമല്ല. അതായത് നമ്മൾ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരാളൊരു ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഇദ്ദേഹം. ഈ ക്യാമറയ്ക്ക് എന്താ പേര് ഇതിൻ്റെ? ഗോപ്രോ. അപ്പോൾ ഇതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാം? യൂട്യൂബ് വീഡിയോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബർ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേര്? സിൽന ചിന്നൂസ് ഒഫീഷ്യൽ. ഓക്കെ. എവിടെ സ്വന്തം സ്ഥലം? എവിടെ? കൂത്തുപറമ്പിൽ. എവിടെയാ? കൂത്തുപറമ്പ് അടുത്ത് തന്നെയാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ചെറിയ രീതിയിൽ ആക്ടിങ് ഉണ്ട്. വെരി ഗുഡ്. ചെയ്ത പടം ഒന്ന് ചെയ്ത് ഇപ്പം ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു റിലീസ് ആവാനിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൂരിൽ നിന്ന് മറ്റൊരു നായികയെ കൂടി കിട്ടുകയാണ്. യൂട്യൂബറും അഭിനേതാവുമാണ്. ഓക്കെ. മോൻ്റെ പേരെന്താ? ലെവിൻ. ഓക്കെ. എത്ര ക്ലാസ്സിലാണ് ലെവിൻ? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഏതാ സ്കൂള്? മുകേരി. മോൻ്റെ പേര്? എലാനിയ. എങ്ങനെയുണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്? ഡെയിലി വ്ളോഗ്സ് ഒക്കെ ആരാണ് ക്യാമറ എടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അമ്മയും ഞാനും. അമ്മ ചെയ്യുമ്പോൾ മോള് ക്യാമറ എടുക്കും, മോള് ചെയ്യുമ്പോൾ അമ്മ ക്യാമറ എടുക്കും, അമ്മയും മോളും ചെയ്യുമ്പോൾ അതിനും ക്യാമറ എടുക്കും. എങ്ങനെയാണോ അല്ലേ? അടിപൊളി. ശരി. ഇപ്പോൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തോ വന്നിട്ട്? കുറച്ച് പർച്ചേസ്. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ കൊസ്രാക്കുളി എന്ന പ്രോഗ്രാമിൻ്റെ പേര്. ഉത്തരം പറഞ്ഞാൽ ഇമേജ് നൽകുന്ന സമ്മാനമുണ്ട്, വിസ്മയ പാർക്ക് നൽകുന്നതും ചെറിയ സമ്മാനമുണ്ട്. ചോദ്യം: ഇതൊരു ഭക്ഷണ സാധനമാണ്. നിങ്ങൾ കുറേ തവണ കഴിച്ചിട്ടുണ്ട്, മോളും കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലുപ്പത്തിലും കാണും. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണ സാധനം അറിയില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങളുടെ യൂട്യൂബൊക്കെ അടിപൊളിയായിട്ട് വരട്ടെ, ആക്ടിങ് അടിപൊളിയായിട്ട്. ഓൾ ദ ബെസ്റ്റ്. കാണാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇമേജ് കണ്ണൂർ കാൾടാക്സിലാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ സ്ഥാപനം. വളരെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. എല്ലാ കമ്പനികളുടെ പ്രൊഡക്റ്റുകളും നമ്മുടെ ഇമേജ് ഷോറൂമിലുണ്ട്. മാത്രമല്ല വിലക്കുറവ്, ഗുണമേന്മ, അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഷോറൂമാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പം പോകാത്തവർ പോവുക, ഫാമിലിയായിട്ട് പോവുക. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, കമ്പ്യൂട്ടർ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു വിശ്വസ്തമായ സ്ഥാപനം വേണം. അതാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അടുത്ത ആളുടെ നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്ത ടീം. കണ്ണൂരിന്റെ ചൂടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഏറ്റവും മികച്ച ക്വാളിറ്റികളായി എത്തിയിരിക്കുന്നു. 3 ജോഡി ഷോക്സുകൾ 100 രൂപയ്ക്ക്. 3 ജോഡി ഷോക്സുകൾ ഏറ്റവും നല്ല ക്വാളിറ്റി. വെയിറ്റേജ് നോക്കാം, ഇത് തൂക്കം നോക്കിയിട്ട് പറയാം. തൂക്കത്തിന് മാത്രം കൊടുക്കണം 500 രൂപ. അതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലമായിട്ട് വയനാടോ? ഇരിട്ടി. പിന്നെ അത് വയനാട് സ്റ്റാൾ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ ഓഫറുകൾ കൊടുത്ത് തീർന്നുകൊണ്ട് പുതിയ ഓഫറുകളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. പേര് സൽമാൻ. ഇരിട്ടിയിൽ ചാവശ്ശേരി എന്ന് പറയും. മട്ടന്നൂരിന് ശേഷം ചാവശ്ശേരി. അപ്പോൾ എത്ര വർഷം ഈ ഫീൽഡിൽ? ഈ ഫീൽഡിൽ 3 വർഷമായി. അപ്പം സ്ഥാപനമാണ്. വയനാട്ടിൽ 15 ദിവസത്തിന് ശേഷം ഇതാ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു 30 ദിവസം ഇവിടെ ഉണ്ടാവും.
ദിവസം ഇവിടെ 31 ദിവസം ഇവിടെ അടിപൊളി. അടിപൊളി അതായത് സോക്സ് പിന്നെ ലെതറിന്റെ ലെതർ പേഴ്സുകൾ ഗ്ലാസുകൾ ജിക്ക് ജിക്കിരുന്ന ഗ്ലാസുകൾ ജിക്ക് ജിക്കിരുന്ന ഗ്ലാസുകൾ മമ്മൂട്ടി മുതൽ മമ്മൂട്ടിന്റെ മകൻ ദുൽഖറിന്റെ ബാബ മമ്മൂട്ടി വരെ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ ഇവിടെ ലഭ്യമാണ്. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. കാരണം ഇതാണ് നമ്മുടെ ഒരു വാക്ക് ചാതുര്യം അങ്ങനെയൊക്കെ നമ്മൾ പറയണം. കാരണം നമ്മൾ ഒരു മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ മേഖലയെ പറ്റി കൂടുതൽ പറഞ്ഞു പഠിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം, ഒരു ചോദ്യമാണ്, ഉത്തരം ഓൺ സ്പോട്ട് സമ്മാനമാണ്. അതായത് ഒരു ഭക്ഷണ സാധനം നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. എന്താണ്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയും? ഒരു ഭക്ഷണ സാധനം, ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണും. ശരീരത്തിലുണ്ടാവും. ശരീരത്തിൽ കാണും. അവയവാണോ? അവയവല്ല, ശരീരത്തിൽ കാണാം. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണാം. അറിയില്ല. കച്ചവടം നോക്കട്ടെ. നമസ്കാരം. പർച്ചേസിങ് തുടങ്ങി? പേരെങ്ങനെയാ? ഷാജി. ഷാജിയുടെ സ്ഥലം? ഞാൻ പയ്യന്നൂര്. പയ്യന്നൂർ എവിടെയാ? പയ്യന്നൂർ കരിവള്ളൂര്. കരിവള്ളൂര് ഓണക്കുന്ന്. ഓണക്കുന്ന്. ആ മുരളിയാട്ട കരിവള്ളൂർ മുരളി അവിടെ തന്നെ. അവിടെ ഓണക്കുന്ന്. ഓണക്കുന്ന് കുറച്ചും കൂടെ ഉള്ളോട്ട് പോകണം. ശരിക്കും ഓണക്കുന്ന് പേര് വരാൻ കാണുന്നു. ഓണത്തിന് മാത്രമായിട്ട് ഉണ്ടായ കുന്നാണ്. എങ്ങനെ അത്? അറിയില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായതാ. ഏത് ജോലി ആദ്യം അങ്ങനെയല്ല? ഞാൻ ബാംഗ്ലൂർ വരെ ഐ ടി ബാംഗ്ലൂർ. ഓക്കെ. വേറെ പേര്? ഷംന. സ്വന്തം സ്ഥലം? കരുവഞ്ചാൽ. കരുവഞ്ചാൽ, ആലക്കോട്. ചാണോക്കുണ്ടിന്റെ അപ്പുറം. ഓക്കെ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഇല്ല, ജോലി ചെയ്യുന്നില്ല, വർക്ക് ചെയ്തില്ല. അല്ല, ബാംഗ്ലൂർ തന്നെ. ബാംഗ്ലൂർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എന്താ സംസാരിക്കുന്ന ഭാഷ? നിങ്ങൾ രണ്ടുപേരും മലയാളം തന്നെ? അടുത്തുള്ള ആൾക്കാരൊക്കെ അയൽവാസികളൊക്കെ മലയാളികളുണ്ട്, കന്നഡക്കാരുണ്ട്. കുഴപ്പമില്ല. ഈ താമസിക്കാനും ജോലി ചെയ്യാൻ ഏറ്റവും സുഖം കേരളമാണോ അല്ലെങ്കിൽ ഏതാണ്? എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടം. ബാംഗ്ലൂർ ഇഷ്ടം. ചേട്ടന്? എനിക്ക് ജോലി ചെയ്യാൻ നല്ലത് ബാംഗ്ലൂരാണ്. ഓക്കെ, താങ്ക് യു. നല്ലത് ഇവിടെ തന്നെ. താമസിക്കാൻ നല്ലത് ഇവിടെയാണ്, ജോലി ചെയ്യാൻ ബാംഗ്ലൂരുമാണ്. ഓക്കെ. ഇപ്പോൾ ചെറിയൊരു കുസി ചോദ്യമാണ്. ഉത്തരം പറഞ്ഞ സമ്മാനം. ഇതത് ഒരു ഭക്ഷണ സാധനം നിങ്ങൾക്ക് ഒരുപാട് തവണ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ്. വളരെ ഇഷ്ടമുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണാം. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണാം. അത് കേരളത്തിലുണ്ട്, മംഗലാപുരമുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലായിടയ്ക്കും ഉണ്ട്. കിട്ടുന്നില്ല. അതെ, സന്തോഷം. പർച്ചേസ് നടക്കട്ടെ. താങ്ക് യു. ഓക്കെ സർ. കണ്ണൂർ വിഷൻ. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ വരുമ്പോൾ ചേച്ചിയുടെ ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കൂട്ടുകാരൻ്റെ ഡയലോഗ് ഇവിടെ. ചേച്ചിയുടെ പേരെന്താ? ആശാലത. നല്ല പേര്. ആശയുണ്ട്, ലതയുണ്ട് അല്ലേ? ശരിക്കും നമ്മൾ ലതേച്ചി എന്ന് വിളിക്കുമോ ആശേച്ചി എന്ന് വിളിക്കുമോ? ലതേച്ചി ആര് വിളിക്കും? നല്ല ഭർത്താവിന്റെ മങ്ങളെ വിളിക്കും. അത് അവർക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടാണ്. അവരുടെ വീട്ടിൽ അതാണ്. ഓക്കെ. എവിടെ സ്ഥലം? എവിടെ സ്വന്തം സ്ഥലം? കുന്നംകൈ. അരയമ്പേത്ത് പനങ്കാവ് കുന്നംകൈ. നമ്മൾ അയൽവക്കോ? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കളിച്ച് സമ്മാനം വാങ്ങിയ സ്ഥലമാണ് അരയമ്പേത്ത് കുന്നംകൈ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. എൻ്റെ പേര് നവീൻ അറിയാം. പനങ്കാവ്. പേരെന്താ? എൻ്റെ പേര് ഗീത. അഴീക്കൽ. അഴീക്കൽ ചാൽ ബീച്ച്. അവിടെ ഫെസ്റ്റ് എടുത്തോണ്ടിരിക്കല്ലേ? അടിപൊളി. അപ്പം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പരിചയപ്പെട്ടത്? നമ്മള് ഇവിടെ ഷാജി എന്ന് പറഞ്ഞവരെയാണ്. അങ്ങനെയാണ്. ഇതിന്റെ ഉടമേന്റെ പേര് ഷാജി. അവര് അഴീക്കോടാണ്. ആ പേര് ഇപ്പൊ നിങ്ങൾ സ്പീഡ് പറഞ്ഞ എന്തൊക്കെയാണ്? ഷാജി. അതല്ല, മെഡിസിന്റെ കാര്യം എന്താ പറഞ്ഞത്? കവക്കെട്ട്, നീർക്കെട്ട്, മൈഗ്രെയിൻ, അരിമ്പാറ, കുഴിനകം എല്ലാം മരുന്നുണ്ട്. സോപ്പുണ്ട് 4 100 രൂപ. കറ്റാർവാഴ, നിലവമരി, റോസ്, അക്വ, ഫ്രഷ്നർ ഉണ്ട്, എയർ ഫ്രഷ്നർ ഉണ്ട്. നടുവേന, മുട്ടുവേന, കൈകാൽ തരിപ്പിന്റെ മരുന്നുണ്ട്. എല്ലാത്തിനും പരിഹാരം. കാർക്കുളി രാതി ഉണ്ട് തലക്കാടുന്ന്. പൊടി, മൈലാഞ്ചിപ്പൊടി എല്ലാം. തലക്ക് വട്ടുള്ളക്ക് നീലയമരി കട്ടൻ ചായ. ഈ നെല്ലിക്ക എന്ന് പറഞ്ഞപ്പോൾ നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി. എന്നോട് മൂന്നും കൂടി അടുപ്പത്തിൽ കട്ടൻ ചായ വെച്ച് മുസാക്കുക. എന്നിട്ട് തലയിലെത്തേക്കുക. അപ്പം മുടി കറുപ്പായിരിക്കും, വെളുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ തേക്കം മുന്നേ ഉള്ള തേച്ചത് ഇവര്. അതാണ് സാമ്പിള്. എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ. ഇനി എന്നെ ഡ്രൈ വാഷ് ചെയ്യോ? അതായത് ഒറ്റ കാര്യം. അതായത് ആ പേരൊന്നും പറഞ്ഞ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? നീലയമരി, നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി. നീല അമേരി, പിന്നെ നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി. ഇത് കടുപ്പുള്ള കട്ടൻ ചായനത്. കട്ടൻ ചായയിൽ മിക്സ് ആക്കിയിട്ട് കുടിക്കാനല്ല, തലയിൽ തേക്കുക. അതായത് ഈ രണ്ട് സംഭവം അറിയോ?
ഈ സംഭവം ഉപയോഗിക്കാത്ത തല ഇത്, ഉപയോഗിച്ച തല അത് കണ്ട. അതായത് ഇത് കരിമങ്കല്ല് മാറുന്ന മരുന്നുണ്ട്, അത് ഉപയോഗിക്കാത്ത മുഖം, ഇത് ഉപയോഗിച്ചത് അത്. അതാണ് സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ. അടിപൊളി അടിപൊളി, നല്ല. കാരണം ഇതിലപ്പുറം ഡിസ്പ്ലേ വേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പം ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ സമ്മാനമുണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം, വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനം. ഇതൊരു ഭക്ഷണ സാധനമാണ്. അതായത് നിങ്ങളൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുള്ള ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. എങ്കിൽ ഏതാണ് ആ ഭക്ഷണ സാധനം എന്നാണ്? ഒരു ഭക്ഷണ സാധനം നിങ്ങളൊക്കെ ഒരുപാട് തവണ, കൂടുതലായിട്ട് ഇത് രാവിലെയാണ് കഴിക്കുന്നത്. ഒരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. ദോശ, പുട്ട്, ഇഡലി, ഇതൊക്കെ വന്നോണ്ടിരിക്കുക. ഇന്നെന്താക്കി രാവിലെ? ഇന്ന് ദോശ. അതാ ദോശ പെട്ടെന്ന് വന്നേ. ഇന്നെന്താക്കി രാവിലെ? പുട്ടാ, ദോശ. അപ്പൊ എന്തായാലും സന്തോഷം. കച്ചവടം നന്നായിട്ട് നടക്കട്ടെ. കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ 2 കൊച്ചു കൂട്ടുകാരോടെ ഉണ്ട്, ചേച്ചിയും അനിയത്തിയും. എന്താ മോളുടെ പേര്? ശിവന്യ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5. ഏതാ സ്കൂൾ? പെർലശ്ശേരി സ്കൂൾ. മോളുടെ പേരെന്താ? ഋതന്യ. എവിടെ പഠിക്കുന്നുണ്ടോ? എവിടെ? അപ്പം കൂടെ ആരൊക്കെ വന്നിരിക്കുന്ന മക്കളുടെ? ഏട്ടനും മൂത്തച്ഛനും കൂടി. ഓക്കെ, അപ്പൊ സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് കാണാൻ വേണ്ടി വന്നാ? അല്ല, കണ്ടോ? പേടി തോന്നിയ മോള് കണ്ടിട്ട്? ആനനെ കണ്ടില്ലേ? ആന വല്ലതും പറഞ്ഞോ? പേടിച്ചോ? ഇല്ല. പാട്ട് പാടുവോ? മോള് പാടുവോ? ഇല്ല. അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഒരു ഭക്ഷണ സാധനം, ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. ഏതാണ് ഭക്ഷണ സാധനം? ഓക്കെ, കാണാം. ഹൈ. ഓക്കെ, യെസ്. മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ, കണ്ണൂർ കാൾടെക്സ് ഉള്ള മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ അണിച്ചൊരുക്കുന്ന കുസ്സാക്കുട് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഫൈനൽ ആ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു, ആർക്കും ഉത്തരം കിട്ടിയില്ല. ഞാൻ ചിലപ്പം അവസാനം അതുകൊണ്ട് സമ്മാനം കൊടുക്കേണ്ടതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ക്ലൂ കൊടുത്തേക്കാം. പറയാൻ പറ്റില്ല, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, മോളുടെ പേര്? ഓക്കെ, എത്ര ക്ലാസ് പഠിക്കുന്നത്? 4. സ്കൂളിന്റെ പേര്? സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ നടുവിൽ. നടുവിൽ. ഓക്കെ, മോന്റെ പേര്? ഡീൻ. എത്ര ക്ലാസ്സില്? UKG. ഏതാ സ്കൂള്? സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം. നടുവിലാണോ? നടുവിൽ. അപ്പൊ ചേച്ചിയുടെ കൂടെ ഒരുമിച്ചാണോ പോകുന്നത് സ്കൂളില്? ആണ്. ഓക്കെ, നിങ്ങളുടെ പേര്? ദിയ മരിയ. എന്ത് മരിയ? ദിയ മരിയ. എത്ര ക്ലാസ്സില്? 7. എങ്ങനെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വീട്ടിലെ പുൽക്കൂടിലൊക്കെ വീട്ടിലാക്കി ഉണ്ടായിരുന്നോ? പുൽക്കൂടിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നോ വീട്ടിൽ? ആരാക്കി? അല്ല, ആക്കിയതാണോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചാണോ? ആരാക്കിയത്? അപ്പൊ അടിപൊളി ഉണ്ടാക്കും. അടിപൊളി. ഓക്കെ, നിങ്ങളുടെ പേര്? ജോമി. എന്ത് ചെയ്യുന്നു ജോമി മാഡം? നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സൗദിയിലായിരുന്നു, ഇപ്പം വെക്കേഷന് വന്നേക്കാം. ഓക്കെ, സാറിന്റെ പേര്? എൻ്റെ പേര് ജോബി. ജോബി ഏട്ടൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ്സാണ്. എവിടെയാണ്? നാട്ടിൽ തന്നെ, കണ്ണൂർ. കണ്ണൂർ. കാര്യങ്ങൾ അടിപൊളി. കുഴപ്പമില്ല. പുൽക്കൂടിലൊക്കെ എത്ര ആക്കാന്നോട് എത്ര വർഷമായി? കൂടെ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പണ്ട് തൊട്ട് പുല്ലിനെ കൊണ്ട് തന്നെ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു സംഭവം, ഒരു പുല്ല് പോലെ തോന്നിക്കുന്നൊക്കെ നമ്മുടെ നാട്ടിലെ നാടുകാണി പറയാൻ നല്ല അടിപൊളി പുല്ല് കിട്ടും. അപ്പോൾ അത് അടിപൊളിയാക്കി ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷത്തിൻ്റെ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ പവർ പോകാതെ സമയമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നത് അല്ലേ? അതെ. എത്ര മണി? രാവിലെ പുറപ്പെട്ടാണോ? കണ്ണൂർ കുറച്ച് വേറെ ഇടപാടുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികളെ വെക്കേഷൻ ആഘോഷിക്കാൻ. അപ്പോൾ ചെറിയ ചോദ്യം, രാവിലെ എന്താ കഴിച്ചിരുന്നു? കപ്പ ബിരിയാണി. കപ്പയും അവന് വേറെ എന്താ ഇതിനകത്ത് ഉണ്ടാവുക? കപ്പയും ബീഫാണ്. കപ്പയും ബീഫും. ബീഫിന്റെ എല്ല്. അതാണ് കപ്പ ബിരിയാണി. അതാണ് നല്ല അടിപൊളി ടേസ്റ്റാ. ഇരുത്തി ഭാഗത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ചോദ്യം, ഇതൊരു ഭക്ഷണ സാധനമാണ്, എല്ലാവരും കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ 5 പേരും കഴിച്ചിട്ടുള്ള ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണും. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണും. അവിടെയൊക്കെ നിങ്ങളൊക്കെ പോയിട്ടുണ്ട്. എങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? കറി വെച്ചിട്ട് കഴിക്കും. ഇതേ പേരുള്ളത് ചിലത് പിന്നെ പച്ചയായിട്ട് കഴിക്കും, മസാലയാക്കിയിട്ട് കഴിക്കും, പുഴുങ്ങിയിട്ട് കഴിക്കും, ഒക്കെ ചെയ്യുന്ന ഒരു ഭക്ഷണ സാധനമാണ്. കടല.
കടല കടല. കടല അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്ത് വെച്ചാൽ ശരീരത്തിൽ കാണുമോ? എന്താണ്? കലകൾ കാണാറുണ്ടല്ലോ കല. ആദ്യത്തെ അക്ഷരം അവസാനം ചേർത്ത് വെച്ചാൽ കല. കലകൾ കാണാറുണ്ട് പിന്നെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വെച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിൽ കാണുമോ? കട പല സ്ഥലത്തും ഉണ്ടല്ലോ. ഉണ്ടോ? പിന്നെ കട എല്ലാം അങ്ങനെ തേടിയ വള്ളി കാലി ചുറ്റി കരക്കാൻസ് പറഞ്ഞു. അതായത് ഒരു ഭക്ഷണ സാധനം, ആ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണാം. ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണാമെങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? ഉത്തരം കടല. അത് നിലക്കടലയാവാം, മണിക്കടലയാവാം, അല്ലേ? കറി വെക്കുന്ന ചുവന്ന കടലയുണ്ട്, പിന്നെ ചുവപ്പ് കടലയുണ്ട്, അല്ലേ? വെള്ളക്കടലയുണ്ട്, അങ്ങനെ പല കടലയുണ്ട്. ഈ കടലയുടെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ ചേർത്ത് വെച്ചാൽ കല ശരീരത്തിൽ കാണാം. ആദ്യ അക്ഷരം രണ്ടാം സ്ഥലം ചേർത്ത് വെച്ചാൽ കട പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണാം. ഉത്തരം പറഞ്ഞ ചേട്ടൻ്റെ പേരെന്താണ് പറഞ്ഞത്? ജോബി. ജോബി ചേട്ടനാണ്. അപ്പം ജോബി ചേട്ടൻ നമ്മുടെ ചെറിയൊരു സമ്മാനം നൽകുകയാണ്. അതായത് വലിയ സമ്മാനം എന്നല്ല, സമ്മാനത്തിൻ്റെ വലിപ്പത്തിലുള്ള ഒരു സമ്മാനം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. ഓക്കെ, താങ്ക് യു. അപ്പം താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഓക്കെ. സാർ കാണാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. കാണാം.